ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 67 മുതൽ 75 വരെയുള്ള വാക്യങ്ങൾ. അവൻ്റെ പിതാവായ സ്കറിയ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് പ്രവചിച്ചു പറഞ്ഞു, തൻ്റെ ജനത്തെ സന്ദർശിച്ച് അതിന് രക്ഷ വരുത്തിയ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. നമ്മുടെ ശത്രുക്കളിൽ നിന്നും നമ്മെ ദ്വേഷിക്കുന്ന സർവരിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ ആദ്യം മുതലുള്ള പ്രവാചകന്മാർ മുഖേന സംസാരിച്ച പ്രകാരം തൻ്റെ ദാസനായ ദാവീദിൻ്റെ കുടുംബത്തിൽ രക്ഷയുടെ കൊമ്പ് അവൻ നമുക്കായി എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് താൻ കരുണ ചെയ്തു. ശത്രുക്കളുടെ കയ്യിൽ നിന്നും നാം രക്ഷ പ്രാപിച്ച് ആയുഷ്കാലം മുഴുവൻ നീതിയോടും പുണ്യത്തോടും തൻ്റെ മുമ്പാകെ ഭീതി കൂടാതെ സേവ ചെയ്യുവാൻ നമുക്ക് വരം തരാമെന്നുള്ള തൻ്റെ പരിശുദ്ധ നിയമങ്ങളെയും നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ആണകളെയും താൻ ഓർത്തിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ഭാരിക്കുമോ. സംസാരശക്തി തിരിച്ചു കിട്ടിയ ഒരു വൃദ്ധൻ കെട്ടപ്പെട്ടിരിക്കുന്ന തൻ്റെ ശബ്ദം ദൈവം തനിക്ക് തിരിച്ചു തന്ന ആ സമയം വളരെ സന്തോഷത്തിലും ആനന്ദത്തിലും തൻ്റെ ഹൃദയം ദൈവത്തിനോടുള്ള സ്തുതികളാൽ നിറഞ്ഞു തുളുമ്പുന്ന ആ വൃദ്ധ പുരോഹിതൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന അതിപ്രധാന മുഹൂർത്തത്തിൽ യഹൂദന്മാരുടെ പ്രധാന പുരോഹിതനായ സക്രിയാവ് തനിക്ക് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ച നല്ല ചിന്തകൾ അതൊരു പ്രവചനമായി അവിടെ കൂടി വന്നവരോടും ഇന്ന് നമ്മൾ ഈ സുവിശേഷം വായിച്ചു കേൾക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരോടും ആ പുരോഹിതൻ പറയുകയാണ് 2 കാര്യങ്ങൾ. നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ, മെശിഹായെ ലോകത്തിലേക്ക് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിക്കുവാനായി അയക്കുന്നു എന്ന ഒരു വലിയ പ്രവചനം. 2ാമതായി, തനിക്ക് വാർദ്ധക്യത്തിൽ ദൈവദൂതൻ അറിയിച്ച പ്രകാരം ജനിച്ച മകൻ അവൻ അത്യുന്നതൻ്റെ സാക്ഷാൽ ദൈവപുത്രൻ്റെ പ്രവാചകനാകുന്നു എന്ന ഒരു പ്രവചനം. ഒരു സംശയവുമില്ലാതെ അസന്നിഗ്ധമായി ആ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ 2 കാര്യങ്ങൾ അവിടെ കൂടി വന്നവരോടും നമ്മൾ ഓരോരുത്തരോടും പ്രവചിച്ച് പറയുന്ന ഒരു സമയം. നമ്മൾ ഓർക്കണം, അന്ന് ആ കുഞ്ഞ് ജനിച്ച് 8 ദിവസമേ ആയിട്ടുള്ളൂ. ദൈവം വലിയൊരത്ഭുതം ഈ വാർദ്ധക്യത്തിലിരിക്കുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്ന് മാത്രം അറിയുന്ന ഒരു കൂട്ടം അവൻ്റെ ബന്ധുക്കളും അയൽക്കാരുമായ ആളുകൾ. അന്ന് അവരോട് മാത്രമായി ഈ പ്രവചന വാക്കുകൾ ആ പുരോഹിതൻ പറയുകയാണ്. തൻ്റെ ജനത്തെ സന്ദർശിക്കുവാൻ വരുന്ന കർത്താവ് പാപമായ ശത്രുവിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ വരുന്നവൻ, അവൻ ആദ്യം മുതലുള്ള പ്രവാചകന്മാർ പറഞ്ഞവൻ തന്നെ എന്ന ആ വലിയ ഒരു സത്യം, ആ ഒരു വലിയ പ്രവചനം. ഇന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിൽ നമുക്ക് ഒരു വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം അത്? നമ്മൾ വളരെ ചെറുപ്പം മുതലേ കേട്ട് പരിചയിച്ച, അറിവ് ലഭിച്ച നാൾ മുതൽ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള സ്നാപക യോഹന്നാൻ, അവൻ ക്രിസ്തുവിൻ്റെ ദൈവപുത്രൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ തൃത്വ ഏകദൈവത്തെ ആദ്യമായി മനസ്സിലാക്കുന്ന, തൃത്വം ആദ്യമായി നമുക്കെല്ലാവർക്കും വ്യക്തമായി കാണുവാൻ സാധിച്ച ആ യോർദാൻ നദിയിൽ വിശുദ്ധ തൃത്വത്തിലെ 1ാമത്തെ ആളത്വമായ പിതാവാം ദൈവം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന അവൻ്റെ വ്യക്തമായ വാക്കുകളിലൂടെയും വിശുദ്ധ തൃത്വത്തിലെ 3ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വിശുദ്ധ തൃത്വത്തിലെ 2ാമനായ പുത്രൻ തമ്പുരാൻ്റെ മേൽ ആവസിക്കുന്ന ആ വലിയ സാക്ഷ്യത്തിന് ദൃക്സാക്ഷിയാകുന്ന വിശുദ്ധ യോഹന്നാനെക്കുറിച്ചും ആ യോഹന്നാൻ്റെ മുൻപിൽ തലകളെ വണക്കി നിൽക്കുന്ന സൃഷ്ടാവായ ദൈവം യേശു, അവനെക്കുറിച്ചുമുള്ള ഈ ഒരു പ്രവചനം ഇന്ന് നമ്മൾ ഓരോരുത്തർക്കും 2000 വർഷങ്ങൾക്ക് ശേഷം
ആ വൃദ്ധ പുരോഹിതൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ വാക്കുകൾ, ദൈവമേ, ജനിക്കുവാൻ പോകുന്ന എൻ്റെ രക്ഷയുടെ നാഥനായ, ലോകത്തിൻ്റെ രക്ഷയുടെ നാഥനായ യേശുവിനെ മനസ്സിലാക്കി ജീവിക്കുവാൻ, അവനിൽ ചരിക്കുവാൻ, അവനിൽ പ്രവർത്തിക്കുവാൻ ദൈവമേ എൻ്റെ ജീവിതത്തിലൂടെ അവൻ്റെ സ്നേഹം, അവൻ്റെ സമാധാനം, അവൻ്റെ സന്തോഷം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ഒരു അനുഭവമാക്കി കൊടുക്കുവാൻ എൻ്റെ ബലഹീനതകളിൽ എന്നെ നീ സഹായിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.